സംസ്ഥാനത്ത് മുട്ട വിലയും ഉയരുന്നു. ഇതെല്ലാം പ്രോട്ടീനൊക്കെയുള്ള സാധനങ്ങളുമാണ് കേട്ടോ പലതും. അതിനാണ് ഈ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുട്ട വില ഉയരുകയാണ്. ഒരു മാസത്തിനിടെ 2 രൂപയാണ് മുട്ടയ്ക്ക് കൂടിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വില ഉയരാനുള്ള കാരണമായിട്ടും നമ്മൾ പറയുന്നത്. ഞങ്ങളതൊന്ന് പരിശോധിക്കാൻ പോകുന്നുണ്ട്. സുനിഷ ഒരു ചാല മാർക്കറ്റിലുണ്ട്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. ഓംലെറ്റ് ഒക്കെ കഴിച്ചായിരുന്നോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്? വില കൂടിയത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ സുനിഷ? ഗുഡ് മോർണിംഗ് അരുൺ. അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ അരുൺ പറഞ്ഞത്. സാധാരണ രീതിയിൽ നമ്മൾ ദോശക്കൊക്കെ ഇപ്പോൾ ഒരു ഓംലെറ്റോ ബുൾസയോ ഒക്കെ പറയുന്നുണ്ട്, അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കുന്നുണ്ട് രാവിലെയൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇതിനൊക്കെ വില കൂടിയോ എന്നുള്ള, നമ്മൾ വില കൂടിയെന്ന് പറയുമ്പോൾ അയ്യോ ഇതൊക്കെ വില കൂടിയിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത്. എന്നാൽ കേട്ടോ, മുട്ടയ്ക്ക് വില കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി മുട്ടയുടെ ഒരു വിലക്കണക്ക് പറയുകയാണെങ്കിൽ 2 രൂപ കൂടി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചാല മാർക്കറ്റിലാണുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ കൂടുതലായി മുട്ടയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കില്ല, 2 രൂപ ഉയർന്നിട്ടുണ്ട്, ഒരു 7 രൂപയൊക്കെ ആയി എന്നുള്ളത് നമ്മൾ അധികം ശ്രദ്ധിക്കില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുട്ടയ്ക്ക് വില കൂടി എന്നുള്ളതാണ്. ഈ ഒരു മാസത്തിനിടെ 2 രൂപ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ 4 രൂപക്കൊക്കെ മുട്ട കിട്ടുമായിരുന്നു. അത് മൊത്തമായി വാങ്ങുമ്പോൾ ഒരു 6.50 പൈസ നിരക്കിലാണ് ഇപ്പോൾ വില കൂടിയിട്ടുള്ളത്. പക്ഷേ കിട്ടുന്നത്, നമുക്ക് മുട്ട കിട്ടുന്നത് ഇനി ചില്ലറയായി വാങ്ങുമ്പോൾ അത് 7 രൂപയ്ക്ക് മുകളിൽ പോകുമെന്നുള്ളതാണ്. ഇതിനിപ്പോ എന്നാ പിന്നെ നാടൻ മുട്ട വാങ്ങിക്കളയാം, അല്ലെങ്കിൽ താറാവ് മുട്ട വാങ്ങിക്കളയാം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ താറാമുട്ടയ്ക്കും നാടൻ മുട്ടയ്ക്കും ഒക്കെ വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാടൻ മുട്ടയ്ക്ക് ഏകദേശം 10 രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി താറാമുട്ടയാണെങ്കിൽ 12-13 രൂപ വരെ കൂടിയിട്ടുണ്ട്. ഇനി ഈ കൂടിയ രീതിയിലും വാങ്ങാം. ശരി, 13 രൂപയിലെ താറാവ് മുട്ട വാങ്ങാം എന്ന് കരുതിയാൽ പോലും ഈ താറാവ് മുട്ടയൊക്കെ കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി പ്രധാനമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അരുൺ. സാധാരണ ഈ തമിഴ്നാട്ടിലെ നാമക്കൽ ഭാഗത്ത് നിന്നൊക്കെയാണ് മുട്ട ഈ തിരുവനന്തപുരത്തും മറ്റ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്. പക്ഷേ ഇപ്പോ ഈ അവിടെ നിന്നും എത്താത്തത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂൾ സീസൺ ഒക്കെയാണ്. സ്കൂളുകളിൽ ഇപ്പോൾ മുട്ടയും പാലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ സ്കൂൾ സീസൺ കൂടി തുടങ്ങിയതോടെ മുട്ടയ്ക്ക് ക്ഷാമം കൂടി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മീന് കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. ചിക്കന് വില കൂടി. അങ്ങനെയാണെങ്കിൽ മുട്ടയെങ്കിലും കഴിക്കാമെന്ന് കരുതുന്ന നിരവധി ആളുകൾ ഉണ്ടാവും. പക്ഷേ അവരെയും പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ഈ മുട്ട എന്നുള്ളതാണ്. ഇനി മുട്ട വില കൂടുമ്പോൾ ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാകും. ഓംലെറ്റ് മാത്രമല്ലല്ലോ, മുട്ട പപ്സ് ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ, ഇനിയിപ്പോ അതിനൊക്കെ വില കൂടുമോ എന്ന ചോദ്യം കൂടി ഒരു ഭാഗത്ത് ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ആളുകൾക്ക് ഈ തട്ടുകടയിലെ ഇവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ മുട്ട ഓംലെറ്റിനോ അല്ലെങ്കിൽ ബുൾസൈക്കോ ഒക്കെ വില കൂട്ടിയാൽ ആളുകൾ ഈ തട്ടുകടയിൽ നിന്ന് മാറിയേക്കാം എന്നൊക്കെ കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കൂട്ടാതെ എങ്ങനെ കൂട്ടണം എന്നുള്ളതൊക്കെ ഒരു ആലോചനയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇത് ചേട്ടാ മുട്ടക്കൊക്കെ വില കൂടുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു കണക്ക്? ഇന്നത്തെ ഹോൾസെയിൽ വില 6.20. അത് ഇനിയിപ്പോ നാടൻ മുട്ടയിലേക്ക് വരികയാണെങ്കിൽ അതിലും കൂടും അല്ലേ? അത് 7.50. താറാമുട്ടയൊക്കെ ആവുമ്പോൾ താറാമുട്ട 11-12. ഇങ്ങനെ ആളുകളൊക്കെ എങ്ങനെയായിട്ടാ പറയുന്നത്? വില കൂടുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാറ്? ആവശ്യക്കാർ വാങ്ങിച്ചോളും. വേറെ വില അത് സാധാരണ എല്ലാത്തിലും പറയുന്നത്. വില കൂടുതലാണെന്ന് കേൾക്കും, ഓന്ന് പറയും, വാങ്ങിച്ചോളും. വില കുറേപ്പോൾ അവർക്ക് കുറച്ച് കിട്ടുകയില്ലേ, അതവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു 2 മാസം മുമ്പേ 4 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ വെള്ളമുട്ടയ്ക്ക്. അന്ന് ആ വിലയ്ക്ക് കൊടുത്ത്. ലഭ്യത കുറയുന്നുണ്ട്, എത്തുന്നതിൽ കുറവ് എന്തെങ്കിലും വരുന്നില്ല? ലഭ്യത ഉണ്ട്. അവര് തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി തന്നെയല്ലോ. എല്ലാ സാധനവും, തേങ്ങ, പച്ചക്കറി, ഇതെല്ലാം നമുക്ക് വേണ്ടി അതിവിടെ തന്നെ വരുന്നുണ്ട്. എന്തായാലും ആളുകൾ വാങ്ങുന്നതിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ മുട്ടയെങ്കിലും കൂട്ടി കഴിക്കാമെന്ന് കരുതുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അവരിപ്പോ ഒരു 7 രൂപ 2 രൂപയിലെ കൂടിയുള്ളൂ എന്നൊക്കെ കരുതി വാങ്ങുന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പോൾ ഏതായാലും മുട്ടയ്ക്കൊക്കെ തന്നെയും വില കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ചാല മാർക്കറ്റിൽ നിന്ന് സുനിഷ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടുള്ളൂ.